ഇപ്പോൾ നമ്മൾ സ്കൂളിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്കൂളിന് മുന്നിൽ RSP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. RSPയുടെയും RYFിൻ്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. അവർ സ്കൂളിന് മുന്നിൽ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കിടക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പോലീസ് ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗേറ്റ് അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ മറ്റ് പ്രവർത്തകർ, BJPയുടെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായതാണ്. അപ്പോഴും അത് ന്യായീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാനേജ്മെൻറ്റ് പോയതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായത്. കാര്യം ഈ സ്കൂളിൽ സംഭവിച്ച കാര്യമാണ്. തങ്ങളുടെ ഭാഗത്ത് അനാസ്ഥയുണ്ട് എന്നുള്ള ഒരു കാര്യം പറയാതെ അവർ നേരെ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, തങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എന്നുള്ള ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതിന്മേലുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ആ ഗേറ്റിന് മുന്നിൽ നിന്ന് RSP പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. RSPയുടെയും RYFിൻ്റെയും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. നേരത്തെ RYFിൻ്റെ സംസ്ഥാന നേതാവ് ഉല്ലാസ് കോവൂർ അടക്കമുള്ള ആൾക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അവരൊക്കെ തന്നെ പഠിച്ച സ്കൂൾ കൂടിയാണ്. അവരുടെ പഠിച്ച സ്കൂളിലാണ് ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ, ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം, ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതിഷേധം ഇതിന്മേലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.